ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് ജീവിക്കുവാൻ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്നത് യോനയുടെ പുസ്തകം 1-ാം അധ്യായമാണ്. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. പ്രവാചകനായ യോന, വേദപുസ്തകത്തിൽ അനേക പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുസരണമില്ലാത്ത, മാനസാന്തരപ്പെടാത്ത ഏക ഒരു വ്യക്തിയാണ് യോന എന്ന് പറയുന്ന പ്രവാചകൻ. എന്തിനു വേണ്ടിയാണ് ഈ പ്രവചന പുസ്തകം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസരണം കെട്ടവരായിട്ടുള്ള പ്രവാചകന്മാർക്കും അനുസരണമില്ലാത്ത ദൈവജനങ്ങൾക്കും ദൈവദാസന്മാർക്കും വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ യോനയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, നീ നിനവയിലേക്ക് പോകുവാൻ. എന്നാൽ അവൻ കൂലി കൊടുത്ത് മറ്റൊരു കപ്പലിൽ കയറി തർശീശിലേക്ക് യാത്രയാകുന്ന ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. താൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു. അതാണ് കപ്പലിലെ കപ്പൽ പ്രമാണിയും മറ്റ് പ്രിയപ്പെട്ടവരും ചോദിച്ചപ്പോൾ അവൻ അവരോട് പറയുന്ന വാക്കുകൾ, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ ഇപ്പോഴുള്ള കോൾ അത് മാറുവാനായിട്ടിടയായിത്തീരും. എന്ത് ചിന്തിച്ചിട്ടാണാവോ യോന അപ്രകാരം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് യോന പ്രവാചകന്റെ വായിൽ അപ്രകാരമുള്ള വാക്കുകൾ വന്ന്, അല്ലെങ്കിൽ യഹോവയായ ദൈവം അവനോട് കൂടെ ഇത് സംസാരിക്കുവാനായിട്ടിടയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നു, യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്തവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. യോനയാണോ ഇതിൻ്റെ എഴുത്തുകാരനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിലും യോന പ്രവാചകനെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോന എന്ന പ്രവാചകനെ കുറിച്ച്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, വചനമുണ്ട്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അതെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹിതം നാം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അഥവാ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തിരുവചനം സ്പഷ്ടമായിട്ട് യേശു തന്നെ പറയുകയാണ്, നിനക്ക് അടികൊള്ളും എന്ന് പറയുകയാണ്. പഴയ നിയമത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ, ഇസ്രായേൽ ജനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കെല്ലാം ശിക്ഷ ലഭിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 400 വർഷം മിസ്രയീമിൻ്റെ അടിമത്തത്തിലുണ്ടായിരുന്ന ജനങ്ങൾ മോശ മുഖാന്തരം ഇതാ കനാൻ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പ്രവർത്തികൾ അവരുടെ പ്രവൃത്തിയിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ കർത്താവ് അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് തന്നെ സംഹരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, 1 യോഹന്നാൻ 2:17, ദൈവ ഇഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കും. അതെ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർക്ക് നിലനിൽക്കുവാൻ സാധിക്കുമെന്നും അല്ലാത്തവർ കർത്താവിൻ്റെ കരങ്ങളാൽ നഷ്ടമായി പോകുമെന്നാണ് തിരുവചനത്തിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. യോനയുടെ ഈ പ്രത്യേക അനുസരണക്കേടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യോന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്തപ്പോൾ ദൈവം തൻ്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി തന്നെ മറ്റൊരു വഴിയിലൂടെ വീണ്ടും നിനവയിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് തുടർന്നുള്ള അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവജനങ്ങളെ, ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.